പഴയ നിയമ കാനോനും പ്രവാചകനും. പ്രാചീന യഹൂദന്മാർക്ക് കാനോനികത്വത്തിൻ്റെ പ്രധാന മാനദണ്ഡം പുസ്തകത്തിൻ്റെ പ്രവാചക കർത്തൃത്വമായിരുന്നു. ബാബിലോണിയൻ തൽമൂദിലെ ബാബാ ബത്ര പഴയ നിയമ പുസ്തകങ്ങളുടെ ശീർഷകത്തിലോ ക്രമത്തിലോ പ്രാവചികീയ എഴുത്തുകാരെ കാണാൻ ശ്രമിക്കുന്നു. മോശെ മുതൽ മലാഖി വരെ ഇടമുറിയാത്ത ഒരു പ്രവാചക പരമ്പര ഉണ്ട്. ദാവീദിനെയും ശലോമോനെയും ആ പരമ്പരയിൽ ഉൾപ്പെടുത്തി. ഒരു പ്രവാചക എഴുത്തുകാരനിൽ ആരോപിക്കപ്പെടാത്ത പുസ്തകം എസ്തേർ മാത്രമാണ്. എന്നാൽ യഹൂദ്യ പാരമ്പര്യമനുസരിച്ച് എസ്തേറിൻ്റെ എഴുത്തുകാരനായി കരുതപ്പെടുന്ന മൊർദെഖായി, ഹഗ്ഗായി, ശഖര്യാവ്, മലാഖി എന്നിവരുടെ സമകാലികനായ പ്രവാചകനാണ്. പഴയ നിയമത്തെ പുതിയ നിയമം പരാമർശിക്കുന്നത് ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്നാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 16:31, 24:27, മത്തായി 5:17, 7:12. ന്യായപ്രമാണത്തോട് ചേർത്ത് പ്രവാചകന്മാർ എന്ന പ്രയോഗം പഴയ നിയമത്തെ പരാമർശിച്ച് 12ഓളം സ്ഥാനങ്ങളിൽ പുതിയ നിയമത്തിലുണ്ട്. പ്രവാചകന്മാരുടെ ഭാഷണം പോലെ തന്നെ എഴുത്തും ദൈവിക ശബ്ദമായിരുന്നു. പുറപ്പാട് 34:27, യെരമ്യാ പ്രവചനം 36:28, യെശയ്യാ പ്രവചനം 8:1, 30:8, ഹബക്കൂക്ക് 2:2. പഴയ നിയമത്തെ എബ്രായ കാനൂനിൽ 3ആയി വിഭജിച്ചിട്ടുണ്ട്. തോറ ന്യായപ്രമാണം, നെവീം പ്രവാചകന്മാർ, കെത്തൂവീം എഴുത്തുകൾ. ന്യായപ്രമാണ പുസ്തകങ്ങളുടെ എഴുത്തുകാരനായ മോശെ ഒരു പ്രവാചകനായിരുന്നു. പുറപ്പാട് 33:11, സംഖ്യ 12:8. തന്മൂലം ന്യായപ്രമാണ ഗ്രന്ഥങ്ങൾ തികച്ചും പ്രാവചികീയമത്രേ. എബ്രായ കാനൂനിലെ 2ആം വിഭാഗമായ പ്രവചന പുസ്തകങ്ങളുടെ എഴുത്തുകാർ പ്രവാചക പദവിയും പ്രവചനവരവും ഉള്ളവരായിരുന്നു. 3ആം വിഭാഗമായ എഴുത്തുകളുടെ, അതായത് കെത്തൂവീമിൻ്റെ എഴുത്തുകാർ പ്രവാചക പദവി ഉള്ളവരായിരുന്നില്ല. പക്ഷേ അവർക്ക് പ്രവചനവരമുണ്ടായിരുന്നു. ദാനിയേൽ പ്രവചനം എബ്രായ കാനോൻ അനുസരിച്ച് എഴുത്തുകളിൽപ്പെടുന്നതാണ്. എന്നാൽ ക്രിസ്തു തന്നെ ദാനിയേൽ പ്രവാചകനെന്ന് പറഞ്ഞിട്ടുണ്ട്. മത്തായി 24:25. സഭാപ്രസംഗി, സദൃശവാക്യങ്ങൾ ഇവയുടെ കർത്താവായ ശലോമോനും ദൈവത്തിൽ നിന്നും ദർശനം ലഭിക്കുകയാൽ പ്രവാചകൻ തന്നെ. 1 രാജാക്കന്മാർ 11:9. 73 സങ്കീർത്തനങ്ങൾ രചിച്ച ദാവീദിനെ അപ്പോസ്തല പ്രവൃത്തി 2:30 പ്രവാചകനെന്ന് പറഞ്ഞിട്ടുണ്ട്. എബ്രായ കാനോനിലെ ഒടുവിലത്തെ പുസ്തകമാണ് ദിനവൃത്താന്തങ്ങൾ. ദിനവൃത്താന്തങ്ങൾ പ്രവാചക കർത്തൃത്വത്തെക്കുറിച്ച് അസന്നിഗ്ധമായ സാക്ഷ്യങ്ങൾ നൽകുന്നുണ്ട്. 1 ദിനവൃത്താന്തം 29:29, 2 ദിനവൃത്താന്തം 9:29, 12:15, 13:22, 20-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം, 32:32, 33:19.